പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും മണിയും, ആത്മവിശ്വാസവും സാമ്പത്തികവും, അതായത് നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നുണ്ടോ ഉയർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ഉപയുക്തമാക്കുന്നത്. തീർച്ചയായിട്ടും പണമില്ലാത്തവൻ പിണം എന്നൊക്കെ പറയില്ലേ, പഴഞ്ചൊല്ലാണ് കേട്ടോ. നമുക്ക് പണമുണ്ടായിരിക്കുക, സാമ്പത്തിക ഭദ്രത ഉണ്ടാകുക തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നതും ഉയർത്തുന്നതും തന്നെയാണ്. എന്ന് വിചാരിച്ച് പണമില്ലാത്തവന് ആത്മവിശ്വാസമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരിക്കലും വിമർശിക്കുന്നവരാകരുതല്ലോ. ഒരു വിമർശനത്തിന് വേണ്ടിയല്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. എന്നാലും പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. നമുക്കറിയാം അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം വലുതാണ് എന്നൊന്നും നമുക്കറിയില്ല. ഈ കാലഘട്ടത്തിലൊക്കെ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ ഒരു പദ്ധതിയൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കഞ്ചാവും അതുപോലുള്ള ചരസ് സാധനങ്ങളൊക്കെ വിൽക്കുന്നവരുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെ കോടികളുടെ കഞ്ചാവും മറ്റു സാധനങ്ങൾക്കുമൊക്കെയാണ് പിടിച്ചടക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പിറകിലുള്ള യാഥാർത്ഥ്യം പണമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ആരെയും കുറ്റപ്പെടുത്താനുള്ളതല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്താഗതി ഇന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വളർന്നു വന്നോ എന്ന് ഒരു കാലഘട്ടത്തൊക്കെ നോക്കിയേ. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന ലാഭം, ഇപ്പം 1000 രൂപ കൃഷിയിലേക്ക് ഇറക്കിയാൽ 2000 രൂപ കൃഷി ഫലങ്ങൾ വിൽക്കുമ്പോൾ അവന് ലഭിക്കുമ്പോൾ 1000 രൂപ അവൻ്റെ ലാഭമായിരുന്നു. ഇന്ന് കൃഷിയൊക്കെ വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് പലരും കൃഷികളൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് ഒത്തിരി വില കൂടി. ഒരു കാലഘട്ടത്തിലൊക്കെ ഇപ്പം എൻ്റെ ചെറുപ്പകാലമൊക്കെ എടുക്കുമ്പോൾ ഒരു തെങ്ങ് വെട്ടുക എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, തെങ്ങ് പറിച്ചു മാറ്റി വയ്ക്കും. എത്രയോ കുടുംബങ്ങളിലാണ് അങ്ങനെ ചെയ്തേക്കണേ. ഇന്ന് ഒരു കാലഘട്ടത്തിൽ തെങ്ങിനും തേങ്ങയ്ക്കൊക്കെ വില ഇടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ തെങ്ങ് കയറാൻ ആളില്ലാതായപ്പോൾ ആളുകളെല്ലാം തെങ്ങുകൾ വെട്ടിമാറ്റി. അപ്പം നമ്മൾ പറയാൻ ആഗ്രഹിച്ചതാണ്, കൃഷിയെ മനുഷ്യർ ആശ്രയിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. കൃഷി കൊണ്ടൊന്നും നേടാനില്ല. പിന്നെ മനുഷ്യർ ആശ്രയിക്കുന്ന എന്താണ്? ഗവൺമെൻറ് ജോലികൾ. ഗവൺമെൻറ് ജോലികളിൽ നിന്ന് കിട്ടുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള വരുമാനമാണ്. പിന്നെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ കിട്ടുമ്പോൾ കാലഘട്ടം അവരുടെ ജോലിക്കനുസരിച്ചൊക്കെ ഉയർന്ന ശമ്പളങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. ഒത്തിരി ആളുകൾ കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, സ്പെയിനിലുണ്ട്, ഇറ്റലിയിലുണ്ട്. അവിടെയൊക്കെ കിട്ടുന്ന ശമ്പളം നിസ്സാര ജോലിയായിരിക്കും. ഇപ്പം അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ നോക്കുന്ന ജോലിക്കും ഇറ്റലിയിൽ 1000 യൂറോ കിട്ടും. ഞാൻ ഇറ്റലിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. 800 മുതൽ 1000 യൂറോ വരെ കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മാസം ഇറ്റലിയിൽ ഒരു അമ്മച്ചിയോ അപ്പച്ചനെ നോക്കുന്നവന് ലഭിക്കുന്നത് യൂറോയുടെയൊക്കെ മൂല്യം ഒത്തിരി വലുതായതുകൊണ്ട് 85,000 രൂപ 90,000 രൂപയൊക്കെയാണ്. കുറഞ്ഞോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ മനുഷ്യരിന്ന് പണത്തിന് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു 10,000 20,000 രൂപ ചിലവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 60,000 രൂപയാണ് അവൻ്റെ ഒരു മാസത്തെ അല്ലെങ്കിൽ അവളുടെ ഒരു മാസത്തെ നീക്കിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കേരളമൊക്കെ ഇന്ന് ഒത്തിരി അങ്ങ് വളർന്നു കഴിഞ്ഞു സാമ്പത്തികമായിട്ട്. പക്ഷേ അതിനനുസരിച്ച് എല്ലാ സമൂഹങ്ങളും വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഒരു ഗതിയും, വാക്കിങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷമിക്കരുത്, ഒരു ഗതിയും പരഗതിയില്ലാത്തവരും അനേകരുണ്ട്. ഒരു സാമ്പത്തികമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുത്താൽ 30 മുതൽ 35 വരെയുള്ള ശതമാനം ജനങ്ങൾ, 100 പേരിൽ 35 പേര് ദരിദ്രരേഖയ്ക്ക് താഴെയാണ്. അപ്പം ആ ഒരു ദരിദ്രാവസ്ഥ ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതുപോലെ ലോകത്തിൽ ആഫ്രിക്കൻ്റെ വിവിധ രാജ്യങ്ങളിലൊക്കെ. അപ്പം പണമില്ലാത്ത അവസ്ഥ,
ദരിദ്രാവസ്ഥ എപ്പോഴും മനുഷ്യനെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പണം മറ്റൊരു വിധത്തിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ്റെ ജീവിതം തീർന്നു, സമൂഹത്തിൽ അവൻ്റെ അവസ്ഥ. അപ്പം സ്റ്റാറ്റസ് ഉണ്ടാക്കുവാനായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യവുമാണ് എന്ത്? പണമുള്ളവനാണ് സമൂഹത്തിൽ സ്റ്റാറ്റസ്. അതായത് ഒരുവൻ്റെ സ്റ്റാറ്റസ്, സ്റ്റേറ്റ് നിർണയിക്കുന്നതും പണം തന്നെയാണ്. പാരമ്പര്യമായിട്ടൊക്കെ മാതാപിതാക്കളാൽ ഒരുപാട് പണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ ഉണ്ട് ഒത്തിരി. അപ്പോൾ അവർക്കൊക്കെ നല്ല സ്റ്റാറ്റസ്, അവരെ കാണുന്നതും അതുപോലെ തന്നെയാണ്. പക്ഷെ പാവപ്പെട്ടവനെന്നും ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ നിലവാരം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പോൾ പണമുള്ളവർക്ക് എല്ലാവർക്കും ആത്മവിശ്വാസം വളരെ ഉയർന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിഗതമാണ്, അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ പൊതുവിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമാണ് പണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖല സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്തിട്ട് വന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിലൂടെയൊക്കെ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന് ഒരു കൊച്ചു വ്യവസായം തുടങ്ങുവാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് വേണം? പണം വേണം. ഈ പണത്തിനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, അത് എനിക്ക് വളർത്തിക്കൊണ്ടുവരുവണം, അതിന് ഇന്ന കാര്യങ്ങൾ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, നിങ്ങളുടെ വളർച്ചയെ താല്പര്യം കാണിക്കുന്നവർക്കൊക്കെ ഒരു മെസ്സേജ് വിടുക. ഈ മെസ്സേജ് വിട്ട് കഴിയുമ്പോൾ സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ സഹായിക്കട്ടെ. ഇപ്പോൾ ഇറ്റലിയിൽ കുറേ കാലം ഉണ്ടായെന്ന് ഞാൻ പറയില്ല. ഇറ്റലിയിൽ കല്യാണത്തിന് ക്ഷണിക്കുന്നത് അവരെന്ത് പറഞ്ഞുകൊണ്ടാണ്? ഞങ്ങൾക്ക് സ്പെയിനിലോ അമേരിക്കയിലൊക്കെയാണ് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് താല്പര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ എല്ലായിടത്തും സംഭാവനകളാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ വിദേശത്ത് എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെയാണ്. അവരയച്ചു കൊടുക്കുന്ന, കല്യാണ സംബന്ധമായിട്ട് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇവർ വിദേശത്ത് ഹണിമൂണിനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഈ കുട്ടിക്ക്, ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സന്ദേശം അയക്കാൻ പറഞ്ഞു. ഈ സന്ദേശം അയക്കുമ്പോൾ ഇഷ്ടമുള്ളവർ 5,000, 10,000, ലക്ഷമൊക്കെ അയക്കട്ടെ. അപ്പോൾ അതനുസരിച്ച് അവന് ഫ്രീ ആയിട്ട് ബിസിനസ് അങ്ങ് തുടങ്ങാം. ഇതൊക്കെയാണ് നമ്മളുടെ ഉള്ള മാർഗങ്ങൾ. നമ്മൾക്ക് ഇപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ഒരിക്കൽ ആവശ്യമായിരുന്നു. അപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ ഒരു സഹോദരി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി, ബെനഫാക്ടർ, അദ്ദേഹത്തിൻ്റെ മകൻ എഴുതി ദുബായിൽ നിന്ന് എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മളുടെ സാമ്പത്തിക ഭദ്രത. ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അവനൊരു 2 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഒരു ബിസിനസ് തുടങ്ങാം. അത് അവനൊരു തുടക്കത്തിന് കാരണമായി. അതിലൂടെ അവന് സാമ്പത്തികം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവന് സാമ്പത്തിക ഭദ്രത. ഒരുപാട് പേര് വളർന്നു വരുന്നുണ്ടെന്ന് കൊച്ചു കൊച്ചു കുടിൽ വ്യവസായങ്ങളിലൂടെയൊക്കെ. നല്ല കഠിന പ്രയത്നം ആവശ്യമാണ്, സമയം വേണം, അതുപോലെ സമർപ്പണം വേണം. അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് ഇന്ന് ഒരുപാട് പേര്, ഇപ്പം അസാൻമാർഗികമായിട്ട് സമ്പത്തുണ്ടാക്കുന്നവരുണ്ടോ? ഒരുപാടുണ്ടെന്നൊന്നും പറയാൻ പറ്റുകയില്ല. നമ്മുടെ നാടിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ കേരളത്തിലൊക്കെ അധ്വാനികളാണ്, ഇന്ത്യയിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളാണ്. അതിലൊരു കൊച്ചു സമൂഹമൊക്കെ ആയിരിക്കാം ഞാൻ മേൽ പറഞ്ഞ രീതിയിൽ മറ്റൊരു വിധത്തിൽ. അതൊരു 100 പേരെടുത്താൽ ചിലപ്പോൾ ഒരാളൊക്കെ ആയിരിക്കും. ഞാൻ ഒരാൾ അങ്ങനൊരു അവസ്ഥയിലേക്ക് പോയതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. ഒരിക്കലും നമ്മുടെ പ്ലാറ്റ്ഫോം ഒരാളെ വിഷമിപ്പിക്കുന്നതാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഓരോരുത്തരുടെയും ആത്മവിശ്വാസത്തെ തട്ടിക്കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയായിട്ടാണ്. സത്യസന്ധമായിട്ട് വിധത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുക, ആ സമ്പത്ത് വേണ്ട വിധം വിനിയോഗിക്കുക, മറ്റുള്ളവർക്കും നമ്മുടെ സ്ഥാപനത്തിലോ അതുപോലെ മറ്റുള്ളവരെയും ഭാഗഭാക്കുകളാക്കുക, അവരുടെയും ആത്മവിശ്വാസം വളർത്താൻ സാധിക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളെപ്പോഴും സാമ്പത്തികം ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം 8-ാം അധ്യായത്തിൽ പറയും, ഒരാൾക്ക്, ആ വ്യക്തിക്ക് ജീവിക്കുവാനായിട്ട്, അവന് ഉയർന്നു വളർന്നു വരുവാനായിട്ടുള്ള എല്ലാം ദൈവം നൽകുമെന്ന് പറയും. അപ്പം എൻ്റെ വൊക്കേഷൻ അങ്ങനെയാണ് പറയുന്നത്, എൻ്റെ വിളിക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട്, വളർന്നു വരുവാനായിട്ടുള്ളതെല്ലാം ദൈവം നൽകുമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെപ്പോഴും വളർത്തിക്കൊണ്ടുവരുന്നത്. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.
ഇപ്പോൾ ഒരു ഡോക്ടറാകുവാനോ, ഒരു എഞ്ചിനീയർ ആകുവാനോ, ഒരു വക്കീലാകുവാനോ, ഒരു ഉയർന്ന പദവിയിലെത്താനോ, അല്ലെങ്കിൽ സാധാരണ കർഷകനായിട്ട് ആയിരിക്കുവാനോ നമുക്ക് എല്ലാവർക്കും ഒരു വിളിയുണ്ടാകും. എല്ലാവരുടെയും വിളി അവരുടെ ചോയ്സിന് അനുപാതികമായിരിക്കുമെന്ന് നമുക്കറിയാം. ഇതനുസരിച്ച് വളരാനായിട്ടുള്ള എല്ലാം ഈശോ, ദൈവം, സർവേശ്വരൻ നമുക്ക് നൽകുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എൻ്റെ അരികത്തൊക്കെ വരുന്നവരോട് എപ്പോഴും പറയുന്ന, കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് വേണം, കുറച്ച് സ്ഥലം വേണം, നല്ലൊരു കുടുംബം വേണം, നല്ല മക്കൾ വേണം. ഇങ്ങനെ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉണ്ടാകണം. അപ്പോൾ ഒരു നല്ലൊരു വീടുണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം, നമുക്കൊരു നല്ലൊരു വാഹനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം, അതുപോലെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം. ഇതെല്ലാം നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തുന്നതും ഉയർത്തുന്നതുമാണ്. അതിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനായിട്ട് നമ്മുടെ സാമ്പത്തിക മേഖല എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും, അതിനെ ഏറ്റവും ന്യായമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ആ രീതികളിലൂടെ നമ്മുടെ സാമ്പത്തിക മേഖല ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് ഉയർത്തും. ഞാൻ 10 പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ അധ്വാനം കൊണ്ടാകുമ്പോൾ, എൻ്റെ വിയർപ്പ് കൊണ്ടാകുമ്പോൾ 10 പൈസയ്ക്ക് വലിയ വിലയുണ്ട് എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും സത്യസന്ധമായ രീതിയിൽ നേരായ മാർഗത്തിലൂടെ നമ്മുടെ സാമ്പത്തിക മേഖലയെ കരുപ്പിടിപ്പിക്കുവാനായിട്ട്, നമുക്ക് മാത്രമല്ല, നമ്മുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക്, അവരുടെ കുടുംബം, അവരുടെ ഭാവി, അവരുടെ അവരുടെ മക്കളുടെ വളർച്ച, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് സാമ്പത്തിക മേഖലയെ തന്നെയാണ്. അതെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട്, വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്, എന്നേക്കാളാകാവുന്ന വിധത്തിൽ എങ്ങനെ എനിക്ക് സാധിക്കുമെന്നുള്ള ആ വലിയ ചിന്തയിലേക്ക് വരുവാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അതിന് ഈ ക്ലാസ് ഉപയുക്തമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും സന്ധിക്കുന്നത് വരെ ഫാദർ തോമസ് കൊടിയൻ.